ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പി ആറിൻ്റെ വാർത്തകൾ മാത്രമേ കാണാനുള്ളൂ അല്ലേ. സോഷ്യൽ മീഡിയ എന്നുണ്ടെങ്കിൽ രണ്ടുപേര് ചേർന്നാൽ എല്ലായിടത്തും പി ആർ പി ആർ പി ആർ. കാരണം ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പി ആറിൻ്റെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പി ആർ കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമവും നിരാശയും ഉത്കണ്ഠയും ആകുലതയൊക്കെയാണ്. ഇവിടെ 10 വർഷം ഇനി നിൽക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാധിക്കുന്ന നിയമം ഉടനെ വല്ലതും വരുമോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു എന്നാ പറയുന്നത്, വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പി ആർ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു ജസ്റ്റ് പ്രപ്പോസൽ മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. പിന്നെ ഇതൊരു 90-99% നടക്കാൻ പോകുന്നില്ല. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ വരുമ്പോഴേ ഈ വീഡിയോയിൽ പറയാം. ഇപ്പോൾ തൽക്കാലം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാക്സിമം പെറ്റീഷൻ ഉണ്ടല്ലോ, പെറ്റീഷൻ നിങ്ങൾ മാക്സിമം സൈൻ ചെയ്ത് മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തിക്കുക. ഒന്ന്. രണ്ടെന്ന് പറയുമ്പോൾ ചില ചില കെയർ ഹോമുകളെല്ലാം സമരങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ആ സമരത്തിലേക്ക് ഉൾപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ചെയ്യുക. പിന്നെ പബ്ലിക് കൺസൾട്ടേഷൻ വരും, നിങ്ങളതിൽ പങ്കാളിയാകാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് എല്ലാം കഴിഞ്ഞ് പാർലമെൻറ്റിൽ എത്തിയ ശേഷം മാത്രമാണ്, പാർലമെൻറ്റിൽ എത്തുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ സംഭവം അങ്ങോട്ട് ചെല്ലും. അത് നമ്മുടെ പെറ്റീഷൻ ഉണ്ടല്ലോ, പെറ്റീഷനും അങ്ങോട്ട് ചെല്ലും. അങ്ങനെ അതെല്ലാം ചെന്ന് അത് നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഇതൊരു ബില്ലാക്കി ഇതിൻ്റെ കറക്റ്റുള്ളൊരു സംഭവം പുറത്ത് വരത്തുള്ളൂ. അതുവരെ ഇതിങ്ങനെ ഇങ്ങനെ 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 പോകുന്നൊരു സംഭവമാണ്. കാരണം ഒരുപാട് പ്രോസസ്സുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ പാർലമെൻറ്റ് ചർച്ചയായിട്ട് പുറത്ത് വരത്തുള്ളൂ. അപ്പോൾ അതുവരെ സമയമുണ്ട്. അത്രയും അങ്ങോട്ട് മാറ്റി വെക്കുക, അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു 90-99% നടക്കത്തില്ല എന്ന് പറയാൻ ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കട്ടെ. അതായത് ഇവിടെ അൺസ്കിൽഡ് ജോബിൽ പെട്ട ആൾക്കാരെ ബാധിക്കുന്ന ലെവലിലുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് നടപ്പിലായെന്നിരിക്കട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് ഇവിടെയുള്ള കെയർ ഹോമുകൾക്കും ഈ പറയുന്ന രാജ്യത്തിനുമാണ്, ഗവൺമെൻറ്റിനുമാണ് ഏറ്റവും വലിയ ഭവിഷ്യത്ത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സീനിയർ കെയർ അസിസ്റ്റൻറ്റ്, സപ്പോർട്ട് വർക്കേഴ്സ് ഇവരെല്ലാം എന്ത് ചെയ്യും? ഇവിടുന്ന് മിക്ക ആൾക്കാരും തന്നെ മൂവ് ഔട്ട് ആവും അല്ലേ. ഒന്നെങ്കിൽ സ്വന്തം രാജ്യത്ത് പോവും, അതല്ലെങ്കിൽ എക്സാമോ എന്തെങ്കിലും എഴുതിയിട്ട് വേറെ രാജ്യത്തോട്ട് പോവും, അല്ലെങ്കിൽ ഗൾഫിലോട്ടും ഒക്കെ പോവും. കാരണം എന്തുകൊണ്ട്? 10 വർഷം പി ആർ എന്ന് പറയുന്നത്, ഈ 10 വർഷം പി ആർ എന്ന് പറയുന്നത് ലോട്ടറി പി ആർ ഉറപ്പായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ ആൾക്കാർ കുറച്ചുകൂടെ നിന്നേ. അതൊരു ലോട്ടറി പി ആർ എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ രാജ്യത്തിനോടുള്ള കോൺട്രിബ്യൂഷൻ നോക്കിയിട്ട്, പോയിൻ്റ് സിസ്റ്റം എല്ലാം നോക്കിയിട്ട്, പിന്നെ 10 വർഷം നിങ്ങളുടെ പ്രൊഫൈലെല്ലാം നോക്കിയ ശേഷം മാത്രം പി ആർ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? പി ആർ എന്നുള്ളത് നിങ്ങളുടെ അവകാശമല്ല, നമ്മുടെ ഒരു ഔദാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട്, ഇതെല്ലാം ചെയ്തിട്ട് പി ആറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്രേ ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 100 പേരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 80 പേര് ഇവിടുന്ന് പുറത്ത് പോയിട്ട് ബാക്കി 20 പേര് മാത്രമേ ഈ ഒരു ലോട്ടറി പി ആറിന് വേണ്ടി ഇവിടെ നിൽക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും നാൾ നിന്നിട്ട് ഈ പറയുന്ന 10 വർഷം അതിൻ്റെ അകത്ത് വിസ പുതുക്കണം. വിസ പുതുക്കാൻ തന്നെ ലക്ഷങ്ങളാവും. കാരണം ഒരു 3-4 ഫാമിലി പേരുള്ള ഒരു ഫാമിലിയാണെന്നുണ്ടെങ്കിൽ 3 തവണ വിസ പുതുക്കുന്നതിന് 10-30 ലക്ഷം രൂപയ്ക്ക് 35 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ 40 ലക്ഷം രൂപയോളം. അതങ്ങനെ ഒരു സൈഡ്. പിന്നെ അതിന് വേണ്ടി നമ്മൾ കളയുന്ന എനർജി, 10 വർഷം നമ്മുടെ ശരീരം കളയുന്ന എനർജി, അത് 10 വർഷം നമ്മൾ കളയുന്ന സമയം, ഇതൊന്നും തിരിച്ച് കിട്ടത്തില്ല. ഓക്കെ, പി ആർ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതൊരു ലോട്ടറി പി ആർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇവിടുന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ മൂവ് ഔട്ട് ആകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഇവിടുന്ന് മൂവ് ഔട്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ 10-20,000 കെയർ ഹോമുകൾ യു കെയിലുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു 10,000 കെയർ ഹോമുകൾ നമുക്ക് എടുക്കാം. 10,000 കെയർ ഹോമുകളിൽ കുഴപ്പമില്ല. അതായത് 10,000 കെയർ ഹോമുകളിൽ കുഴപ്പമില്ല. 10,000 കെയർ ഹോമുകളിൽ മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 10,000 കെയർ ഹോമുകളിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്രയും പേര് പോയി കഴിഞ്ഞാൽ അത് എന്ത് പറ്റും? അത് ഓടത്തില്ല. ഓടത്തില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്രയും വരണ്ടേ? കാരണം നമുക്കറിയാം, ഇവിടെയുള്ള കെയർ ഹോമുകൾ 30 കെയർ ഹോം ഉണ്ടെന്നുണ്ടെങ്കിൽ, 30 കെയർ ഹോം ഉണ്ട്, 30 കെയർ ഹോം അല്ല, 30 പേരുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരു കെയർ ഹോമിൽ 30 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 8-10 പേരായിരിക്കും ഇംഗ്ലീഷുകാരായിട്ടുള്ള സ്റ്റാഫ്. ബാക്കി സ്റ്റാഫുകളെല്ലാം എന്ന് പറയുന്നത് ഏജൻസി ആയിട്ടുള്ള മറ്റൊരു രാജ്യക്കാരും, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ മറ്റു രാജ്യക്കാരുമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇത്രയും പേര്, ബാക്കി 20 പേരും പോയിട്ട് ബാക്കി 10 പേരെ കാണുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ കെയർ ഹോം മുന്നോട്ട് പോകും? അപ്പോൾ ഗവൺമെൻറ് പറയും, നിങ്ങൾ എന്ത് ചെയ്തോ, ശമ്പളം കൂട്ടിക്കോ, ശമ്പളം കൂട്ടിയിട്ട് ആൾക്കാരെ ഇങ്ങ് എടുത്തോളാൻ പറയും. ശരി, ശമ്പളം കൂട്ടി തന്നെ ഇരിക്കട്ടെ, എംപ്ലോയർ ശമ്പളം കൂട്ടി. അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ പോകുന്ന ആൾക്കാർ, അതായത് മെയിൻ ആപ്ലിക്കൻറ്റ് പോയി കഴിഞ്ഞാൽ ഡിപ്പെൻഡും പോകേണ്ടി വരുമല്ലോ. മെയിൻ ആപ്ലിക്കൻറ്റ് പോയി കഴിഞ്ഞാൽ ഡിപ്പെൻഡും പോയി വരും. ഇപ്പം വൈഫ് ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വെയർ ഹൗസിൽ എവിടെയെങ്കിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആളും പോകണമല്ലോ, ആൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കെയർ ഹോമിലാണെന്നുണ്ടെങ്കിൽ 2 പേരും പോകേണ്ടി വരും. ഇപ്പം വ്യത്യസ്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും 2 പേരും പോകേണ്ടി വരും. എങ്ങനെയാണെങ്കിലും പോകണം. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും നല്ലൊരു ഒഴുക്ക് ഇവിടുന്ന് തിരിച്ചടിക്കും.
മനസ്സിലായോ? അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആളില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ എത്ര പേര് ഇവിടെ പണിയാൻ വരും? ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ പണിയാൻ വരുമോ? പണിയാൻ വരത്തില്ല. കാരണം ഇവർക്ക് ഇഷ്ടമുള്ളതിന് മാത്രമേ ഇവർ പോകത്തുള്ളൂ. പൈസയ്ക്ക് വേണ്ടി ചത്ത് കിടന്ന് ഇവർ പണിയത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. അങ്ങനെ ഇവർ പൈസയ്ക്ക് വേണ്ടി ചത്ത് കിടന്ന് പണിയണം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി ചത്ത് കിടന്ന് പണിയുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സസ് നല്ല രീതിയിൽ കൂട്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ് നല്ല രീതിയിൽ അങ്ങോട്ട് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവർ ചിന്തിക്കും, ഓ ഇനി മുന്നോട്ട് എന്തെങ്കിലും പണിയാൻ പോയി കഴിഞ്ഞാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ടാക്സ് കൂട്ടി നമ്മളോട് ബെനിഫിറ്റ് എല്ലാം കുറച്ചു, ബെനിഫിറ്റ് നല്ല രീതിയിൽ കുറച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കിനി എന്തെങ്കിലും പണിയാൻ പോയി കഴിഞ്ഞാൽ ശേഷം മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഇവർ കിട്ടുന്ന പണിക്കെല്ലാം ഇവർ പോകും. ഇതിപ്പോൾ ഇവരുടെ കുറ്റമല്ലിത്. ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവർ വിചാരിക്കും ചത്ത് കിടന്ന് പണിയേണ്ട ആവശ്യമില്ല. ഇനി അവരിപ്പോൾ കുറച്ച് ഓവർ ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്താലാണെങ്കിലും നമുക്കറിയാം അതൊരു ട്രിപ്പിന് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ള കാര്യം അല്ലേ. ഒരു 1-2 ആഴ്ച ചെയ്യുമ്പോൾ അവർക്ക് ട്രിപ്പിനുള്ള പരിപാടിക്കാണ് അവർ ചത്ത് കിടന്ന് പണിയെന്ന് നമുക്കറിയാം. അതല്ലാതെ ഇവരെന്താ ഒരാഴ്ചയിൽ വീക്കെൻഡിൽ പോയി ബാറിൽ പോയി അടിച്ച് സീട്ടും ഭരിച്ച് ഇവർ തീർക്കും. അവരല്ലാതെ ഇത് FDയിലിട്ടിട്ട് അതിൻ്റെ ഒന്ന് സേവിങ്സ് കിട്ടി ജീവിക്കുന്നത് അങ്ങനത്തെ സ്ഥിതിയിലും ഇവർക്കില്ല. അതില്ലാതെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എല്ലാവരെ പറ്റി അല്ല കേട്ടോ പറഞ്ഞത്. ഇപ്പം വലിയ കോടീശ്വരന്മാരായിട്ട് ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ, ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ പൊതുവേ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ ആകിയിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനൊന്നും താല്പര്യമില്ലാത്തത്. എന്നും പറഞ്ഞ് ഇവർ മടിയന്മാരാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇവരെല്ലാ ഏത് ജോലികളും ഇവർ ചെയ്യും. അതൊക്കൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം ഫാക്ടറികളിൽ തന്നെയാണെങ്കിലും ഈ പറയുന്ന ചെറിയ പിള്ളേർ വണ്ടി ഓടിക്കുന്നവരുണ്ട്. ചെറിയ പെൺപിള്ളേരായിട്ടുള്ള ആൾക്കാർ ഫാക്ടറികളിലൊക്കെ വലിയ ലോറികൾ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാ ജോലികളെല്ലാം ചെയ്യും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി കിടന്ന് ചത്ത് കിടന്ന് ഇഷ്ടമുള്ള ജോലിക്കെല്ലാം പോയി പണ്ടത്തും അങ്ങനെ ഉണ്ടാക്കി അത് മുഴുവൻ ബാങ്കിലിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിച്ച് അങ്ങനത്തെ സിസ്റ്റം ഇവർക്കില്ല. കാരണം ഒരു സമയം കഴിഞ്ഞാൽ ഗവൺമെൻറ് ബെനിഫിറ്റ് ഇവർക്കുണ്ട്. ഈ പിടിക്കുന്ന ടാക്സസും എല്ലാം ഒരു സമയം കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലാതെയാണെന്നുണ്ടെങ്കിലോ വയ്യാതെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിലോ ഇവർക്കത് കിട്ടും. അതുപോലെ പിള്ളേർക്ക് ബെനിഫിറ്റ് ഉണ്ട്, പാസ്പോർട്ടിൽ ബെനിഫിറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവരതുപോലെ കിടന്ന് പണിയത്തില്ല, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ ഇഷ്ടമുള്ള ഫീൽഡിൽ മാത്രമേ ഇവർ പോകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പം ഈ കെയർ ഹോമിൽ ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കെയർ ഹോം ഓടത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ കെയർ ഹോം അത് പൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ പിന്നെ കെയർ ഹോമിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അവർക്കെതിരെ ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധം നടത്തേണ്ടി വരും. കാരണം ഇങ്ങനത്തെ നിയമം കൊണ്ടുപോയിട്ട് ഇവർ പോയിട്ടാണല്ലോ, ഇവിടെയുള്ള ആൾക്കാർ പോയിട്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഗതി വന്നതെന്ന രീതിയിൽ അവർ പ്രതിഷേധം നടത്തേണ്ടി വരും, അല്ലെങ്കിൽ കെയർ ഹോം അടച്ചിടേണ്ടി വരും. അങ്ങനെ കെയർ ഹോം അടച്ചിട്ട് കഴിഞ്ഞാൽ അതും ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടായി വരും. കാരണം 10,000 കെയർ ഹോമുകളിലെ ടാക്സ്, നല്ലൊരു ശതമാനം കോടികൾ ടാക്സ് ഗവൺമെൻറ് കിട്ടണ്ട, അതും ഗവൺമെൻറ്റിന് പോകത്തില്ലേ. സോ ഇതെല്ലാം ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ആൾക്കാരെ ഇവിടുന്ന് വിടുന്ന ഒരു അവസ്ഥയിലോട്ട് വരുത്തുന്നതുകൊണ്ടല്ലേ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ 10 വർഷമായിട്ട് കൂട്ടുന്നതുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കാൻ പോകത്തില്ലെന്ന്. മനസ്സിലായോ? നടക്കാനൊരു 90-99% നടക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതുകൊണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യൻ കൺട്രീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയാണ് ചൈനയാണെന്നുള്ളൊരു അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ വേറെ. യൂറോപ്പ് കൺട്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോപ്പുലേഷൻ വളരെ കുറവും, അതായത് ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ തന്നെ പറഞ്ഞാൽ 10 കോടിക്ക് താഴെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തമിഴ്നാട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 കോടി അത്ര കണ്ടുണ്ട്. അത്രേൻ്റെ അടുത്ത് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ ഒരു സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷനേ ഉള്ളൂ ഇവിടെ ഈ രാജ്യത്തിന്. കാരണം ഇവിടെ പ്രഗ്നൻസി റേറ്റ് വളരെ കുറവാണ്. ഓക്കെ, അപ്പം അങ്ങനെ പിള്ളേർ അതുപോലെ ആയിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇത് ലെവൽ ചെയ്ത് പോകണ്ടേ, ഈക്വൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മിക്ക പിന്നെ ഫീൽഡിലോട്ടും ആൾക്കാർ വന്ന് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പുറത്ത് നടത്തണം. അപ്പം റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടാണ് ഇവിടെയുള്ള NHSനാണെങ്കിലും പിന്നെ കെയർ ഹോമുകളിലാണെങ്കിലും എല്ലാവരും വന്ന് ഇങ്ങനെ പണിയെടുക്കുന്നത്. കാരണം ഇവർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതിനകത്തോട്ടെല്ലാം പോയിട്ട് പണിയെടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യം ഇവർക്കില്ല. കാരണം ഗവൺമെൻറ് ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചേക്കുവാണ്, ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ടാക്സിൽ നിന്ന് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് സിസ്റ്റം ഇങ്ങനെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഡിസേബിൾ ആക്കിയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് അവർക്കത് മൈൻഡിലുണ്ട് എപ്പോഴും ചത്ത് കിടന്ന് പണീൻ്റെ ആവശ്യമില്ല, ചത്ത് കിടന്ന് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. അവരുണ്ടാക്കുന്നതിൽ നല്ല ശതമാനം തന്നെ അവരെന്ത് ചെയ്യും, ഫുഡ് അടിച്ചും അല്ലെങ്കിൽ യാത്ര ചെയ്തും തീർക്കും. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ഉള്ളതെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഇപ്പോൾ മിക്കുള്ള കമ്പനികളിലെല്ലാം തന്നെ ആൾക്കാർ കുറവ് വരും. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പുറത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന NHSലെല്ലാം ഇതുപോലെ ആൾക്കാർ വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, പിന്നെ ആഫ്രിക്ക അങ്ങനെ മറ്റ് കൺട്രീസിൽ നിന്നെല്ലാം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നു? ഇവർക്ക് താല്പര്യം കുറയുന്നത് കൊണ്ടാണ്. പ്രഗ്നൻസി കുറഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരുടെ ഉണ്ടാകുന്ന ആൾക്കാർ വളരെ കുറയും. അങ്ങനെ കുറഞ്ഞ് കഴിയുമ്പോൾ തന്നെ പോപ്പുലേഷൻ ലെവലിൻ്റെ സംഭവം കുറയും. അത് ലെവൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ PR ആയി
പിന്നെ അവർ പ്രായമായി മരിച്ച് അവരുടെ പിള്ളേർ നിന്ന്, പിന്നെ അവർ പ്രായമായി മരിച്ച് അവരുടെ പിള്ളേർ നിന്ന്, അങ്ങനെ ലെവൽ ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഏഷ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ പറയുന്ന ചൈനയിൽ എത്രയുണ്ട്? അവിടെയുണ്ട് 140 കോടി ജനങ്ങൾ. ഓക്കെ, രണ്ടാം സ്ഥാനമാണ് ചൈന. കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പോപ്പുലേഷൻ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എക്സ്പെർട്ടാണ്. അവർ ഏത് ഫീൽഡിലും വേണം വർക്ക് ചെയ്യും. 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും പേര് എക്സ്പെർട്ടാണ്. അവരിപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ മേഖലയിലും, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ടെക്നോളജി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ഫാമിങ്, എല്ലാ മേഖലയിലും അവർ എക്സ്പെർട്ടാണ്. അവരോട് ചെയ്യും. അതല്ലാതെ അവർക്ക് മറ്റൊരു രാജ്യത്തെ ആൾക്കാർ വന്ന് അവിടെ താമസിച്ച് അവരുടെ രാജ്യം മുന്നോട്ട് പോകേണ്ട അവസ്ഥയില്ല. ഇപ്പം ഇന്ത്യക്കാണല്ലോ അങ്ങനെ തന്നെ. നമുക്കറിയാം ഇത്രയും കോടി ജനങ്ങളുണ്ട്, കിട്ടുന്ന ജോലിക്കാരെല്ലാം എല്ലാം പോകും, എല്ലാവരും പോകും. എന്തുകൊണ്ടാണ്? ഇതുപോലൊരു ബെനിഫിറ്റ് പരിപാടി കൊടുത്തു നോക്കി, ആൾക്കാർ പോകുന്നത് കുറയും. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു മാസം ഇത്ര കിടന്ന് പണിതാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല, ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ, ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാർക്കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അത് ഇപ്പം നമുക്കറിയാം, ഇപ്പം കെയർ ഹോമുകളിലാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ഹോസ്പിറ്റലാണ്, NH ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും 30 ദിവസം ജോലി ഉണ്ടോ? ഇല്ല. 16 അല്ലെങ്കിൽ 18 ദിവസം അത്ര മാത്രമേ ജോലിയുള്ളൂ. ബാക്കിയുള്ള ദിവസം എന്ന് പറയുമ്പോൾ അവർക്ക് ഓഫാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 30 ദിവസം കിടന്ന് പണിയണം, ആ പൈസ കിട്ടണം. ആ പൈസ കിട്ടിയിട്ട് വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ബെനിഫിറ്റ് ഇതുപോലെ ഒരു വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആൾക്കാർ നമ്മുടെ നാട്ടിലും ഇങ്ങനെ പണിയാൻ പോകത്തില്ല. ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അവരും ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അതൊരു വലിയ ഡിഫറൻസ് പറയുന്നത്. ചൈനയിൽ, ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസിലല്ല, ഞാനിപ്പോൾ പൊതുവേ ചൈന, ഇന്ത്യയെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും പോപ്പുലേഷനായിട്ട്. അപ്പോൾ മറ്റൊരു രാജ്യത്തെ ആൾക്കാർ വന്ന് പണിത് അവിടെ എന്താ പറയുന്നത്, അവിടുത്തെ എക്കോണമി നല്ല രീതിയിൽ പോകേണ്ട ഒരു അവസ്ഥ ഇല്ല ഏഷ്യൻ കൺട്രീസിനെ കൂടുതൽ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർക്ക് പോപ്പുലേഷൻ കുറവാണ്, അവർ പ്രഗ്നൻസി റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ആൾക്കാർ PR ആയിട്ട് വന്ന് മുൻപോട്ട് പോയി കഴിഞ്ഞാലേ പറ്റുള്ളൂ. കാരണം ഇത്ര ശതമാനം ആൾക്കാർ മരിക്കും, ഇത്ര ശതമാനം ആൾക്കാർ ഉണ്ടായി മാത്രമേ ഇത് ഇമിഗ്രേഷൻ ടാലി ലെവലായിട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുപോലെ ഇത്ര ശതമാനം ആൾക്കാർ ഇതിലോട്ട് വർക്ക് ചെയ്യാൻ പറയണം. NHSലെ സംഭവം ഇപ്പോൾ ബാധിക്കുമെന്ന് തന്നെ ഇരിക്കട്ടെ, NHSലും ഇതുപോലെ സംഭവം ബാധിക്കുന്നത് തന്നെ ഇരിക്കട്ടെ. എക്സാമിലാണ് അത് ബാധിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞാൽ ബാധിക്കുകയെന്നുണ്ടെങ്കിൽ നേഴ്സുമാർ നല്ല രീതിയിൽ സ്റ്റാൻഡ് ഇടും. അല്ലെങ്കിൽ തന്നെ നേഴ്സുമാർ ഇവിടുന്ന് സ്റ്റാൻഡ് ഇടാൻ പോകാമെന്നുള്ള ന്യൂസുകൾ പല വാർത്തകളായിട്ടും വരുന്നുണ്ട്. അത് എത്രത്തോളം ജെന്യുനാണെന്ന് എനിക്കറിയില്ല. പല ചാനലിൽ കൂടെ തന്നെ, ലോക്കൽ ചാനലിൽ കൂടെ തന്നെ വരുന്നുണ്ട് നേഴ്സുമാർ നല്ലൊരു ശതമാനം ഇവിടുന്ന് സ്റ്റാൻഡ് വിടാൻ പോകാമെന്നുള്ള കാര്യം. ഇതൊന്നും അവരെ ബാധിച്ചിട്ടുള്ള നിയമം വന്നിട്ടില്ല എന്നിട്ട് പോലും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇവിടെയൊന്നും പണിയാനായിട്ട് ആൾക്കാരില്ല. അപ്പം അങ്ങനെ പണിതാൽ മാത്രമേ ഗവൺമെൻറ് അതിന് ടാക്സ് കിട്ടത്തുള്ളൂ, ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ആ ടാക്സ് കൊണ്ടേ ഇവർക്ക് ബെനിഫിറ്റ് കൊടുക്കാനും പറ്റുള്ളൂ, ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തണം. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിയ ശേഷം മാത്രമേ അത് നടക്കുകയുള്ളൂ. അത് നല്ല രീതിയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു മാറ്റം ഉണ്ടാകും. അതല്ലാത്ത പക്ഷം ഒന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മറ്റേ കാര്യം, അത് പെറ്റീഷൻ്റെ കേസ്, നിങ്ങൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.